അപ്പോൾ നമ്മുടെ ടി ഫാമിലിയുമായി ബന്ധപ്പെട്ടുള്ള പുതിയ വാർത്ത എല്ലാവരും അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു. ടി ഫാമിലി തന്നെയാണ് ആ ട്രാജിക് ന്യൂസ് അവരുടെ ചാനലിലൂടെ പങ്കുവച്ചത്. ഞാനൊന്ന് വായിച്ചുതരാം. ഷെമി പ്രസവിച്ചു, പെൺകുഞ്ഞായിരുന്നു, അപ്പോൾ തന്നെ മരിച്ചു, എല്ലാവരും ദുആ ചെയ്യണം. വളരെ വിഷമകരമായിട്ടൊരു വാർത്തയാണ് അല്ലേ? ടി ഫാമിലിയിലെ ഷെമി പ്രഗ്നന്റ് ആയ വിവരം അറിയാത്ത ആളുകൾ കുറവായിരിക്കും. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവരുടെ വ്ളോഗുകൾ മുഴുവനും ഈ പ്രഗ്നൻസി റിലേറ്റഡ് ആയിരുന്നല്ലോ. മാത്രമല്ല ഷെമിക്ക് കുറച്ച് പ്രായമായതുകൊണ്ട് തന്നെ ഇവരുടെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഒരു ആകാംക്ഷയോട് കൂടി കണ്ടൊരു ഗർഭകാലമായിരുന്നു ഷെമിയുടേത്. എന്തായാലും കുഞ്ഞ് മരിച്ചു എന്നുള്ള വാർത്ത വേദനാജനകമാണ്. ഷെമിക്കും ഷെഫിക്കും ഈ വിഷമഘട്ടം തരണം ചെയ്യാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. നമ്മൾ മുമ്പ് ഇവരെ കുറിച്ച് ചില വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ഫാമിലി വ്ളോഗേഴ്സ് ആണല്ലോ, സ്വാഭാവികമായിട്ടും നമ്മൾ ഇവരെ ട്രോൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ നിരുപാധികമായി ഇവരുടെ കൂടെ നിൽക്കാനാണ് തീരുമാനം. ഒരു മനുഷ്യനെന്ന നിലയിൽ നമ്മൾ അങ്ങനെയാണല്ലോ ചെയ്യേണ്ടത്. പക്ഷെ അപ്പോഴും ചില കാര്യങ്ങൾ പറയാതെ വയ്യ. പ്രത്യേകിച്ച് ഈ കുഞ്ഞ് മരിച്ചു എന്നുള്ള വാർത്ത കേട്ട പലരും പല രീതിയിലാണ് കമന്റ് ചെയ്തിട്ടുള്ളത്. ആ കമന്റുകളെ കുറിച്ച് സംസാരിക്കാനുണ്ട്. അതുപോലെ തന്നെ കുഞ്ഞ് മരിക്കുന്നതിന് തൊട്ട് മുമ്പ്, അതായത് ഷെമി ലേബർ റൂമിൽ കിടക്കുന്ന സമയത്ത് ഷെഫി യൂട്യൂബിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടതുണ്ട്. ആദ്യം ഞാൻ ശ്രദ്ധിച്ചത് ആ വീഡിയോ അപ്ലോഡ് ചെയ്ത സമയമാണ്. ഇൻസ്റ്റാഗ്രാമിൽ കുഞ്ഞിന്റെ മരണ വാർത്ത അറിയിച്ചുകൊണ്ടുള്ള ഫോട്ടോക്ക് താഴെ 2 days ago എന്നാണ് അപ്ലോഡിംഗ് ടൈം ആയിട്ട് കാണിക്കുന്നത്. ഞാൻ ആ സ്ക്രീൻഷോട്ട് ചെയ്ത് കൊടുക്കാം. എന്നാൽ യൂട്യൂബിലാണെങ്കിൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത സമയം കാണിക്കുന്നത് 1 day ago ആണ്. ആ സ്ക്രീൻഷോട്ട് ഞാൻ ചെയ്ത് കൊടുക്കാം. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? കുഞ്ഞ് മരിച്ചതിന് ശേഷമാണ് ഇവർ യൂട്യൂബിൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ ഇനി കുഞ്ഞ് മരിക്കുന്നതിന് മുമ്പ് അപ്ലോഡ് ചെയ്തതുമാവാം. യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും അപ്ലോഡ് ടൈം കാണിക്കുന്നത് കൊണ്ടുള്ള വ്യത്യസ്തത കൊണ്ടാകാം ചിലപ്പോൾ ഇങ്ങനെ വന്നത്. എന്തായാലും ഈ വീഡിയോയിൽ എവിടെയും കുഞ്ഞ് മരിച്ചതായി പറയുന്നില്ല. അതായത് കുഞ്ഞ് മരിക്കുന്നതിന് മുമ്പ് എടുത്ത വീഡിയോ ആണെന്ന് അർത്ഥം. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ട യാതൊരു ആവശ്യം ഉണ്ടായിരുന്നില്ല. എന്നിട്ടും ഇവരത് യൂട്യൂബിൽ ഇട്ടു. ജസ്റ്റ് ഒന്ന് ചൂണ്ടി കാണിച്ചെന്നേ ഉള്ളൂ. ഇങ്ങനെ ഒരു സാഹചര്യം ആയതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. എന്തായാലും ഇൻസ്റ്റാഗ്രാമിൽ ഇവരുടെ കുഞ്ഞ് മരിച്ചു എന്ന പോസ്റ്റിന് താഴെയുള്ള ചില കമന്റുകൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. കുഞ്ഞു മരിച്ചതിൽ വിഷമമുണ്ട്. ഈ സമയത്ത് പറയാൻ പാടില്ലാത്തത് എന്നാലും പറയുന്നു. ഇങ്ങനെ ഒരു ഫോട്ടോ എടുപ്പിച്ച് പോസ്റ്റ് ചെയ്യുന്ന നിങ്ങൾ വിഡ്ഢികളാണോ? പരമവിഡ്ഢികൾ, കഷ്ടം. സത്യം പറഞ്ഞാൽ ഈ കമന്റിൽ പറഞ്ഞത് പരമ യാഥാർത്ഥ്യമാണ്. കുഞ്ഞ് മരിച്ചെന്ന് കുറിപ്പ് മാത്രം ഇടേണ്ട ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഫോട്ടോ ഒക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ സത്യത്തിൽ അങ്ങനെയൊക്കെ ഒരാൾക്ക് ചെയ്യാൻ കഴിയുമോ? എക്സ്ട്രീം ദുഃഖത്തിലൂടെ കടന്നു പോകുന്ന സമയമായിരിക്കില്ലേ? എനിക്കറിയില്ല. ഓരോരുത്തരും ഓരോരോ മെന്റാലിറ്റി ആണല്ലോ അല്ലേ? അടുത്ത കമന്റ് വെച്ച് നോക്കാം. ഇന്നാലില്ല, പഠിച്ചവൻ നിങ്ങളെ സ്വർഗത്തിലേക്കുള്ള വഴിയാക്കട്ടെ. ആ കുഞ്ഞിന്റെ കൂട്ടത്തിൽ പറയാതിരിക്കാൻ വയ്യ. പഠിച്ചവൻ തരുന്ന അനുഗ്രഹങ്ങൾ നന്ദി പറയുക. കോപ്രായങ്ങൾ കുറച്ച് കൂടിപ്പോയി. നിന്റെയൊക്കെ കളി എന്തായിരുന്നു? ഡാ മോനെ, എല്ലാം പഠിച്ചവൻ കാണുന്നുണ്ട്. കുറച്ച് കാശിന് വേണ്ടി എന്തെല്ലാം കാണിച്ചു. നീ പഠിച്ചവൻ തന്നതാണ്. കുഞ്ഞു മരിച്ചതിന് സങ്കടമുണ്ട്. ബട്ട് നിന്റെ അഹങ്കാരത്തിന് പഠിച്ചവൻ തന്ന ശിക്ഷയാണിത്. ഇനിയെങ്കിലും മനസ്സിലാക്കിക്കൂ. നിങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. ബട്ട് പറയാതിരിക്കാൻ വയ്യ. കുറച്ച് കൂടുതലാണ് നിങ്ങൾ ഈ ലോകത്ത്. ആർക്കും ഗർഭമില്ലാത്ത പോലായിരുന്നു കാട്ടിക്കൂട്ടലുകൾ. ഈ കമന്റുകളെല്ലാം ഒരേ കാര്യമാണ് പറയുന്നത്. അഹങ്കാരം കൂടുതലായിരുന്നു, കോപ്രായം, ലോകത്ത് ആർക്കും ഗർഭം ഉണ്ടാവാത്ത പോലെയായിരുന്നു കാണിച്ചു കൂട്ടിയിരുന്നത്. ഇപ്പൊ എന്തായി? അനുഭവിച്ചു എന്ന ടോണിലാണ് എല്ലാവരുടെയും സംസാരം. ഈ ഒരു സാഹചര്യത്തിൽ ഒരിക്കലും ഇങ്ങനെ കമന്റ് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നാണ് എന്റെ അഭിപ്രായം. ഇവരുടെ സോഷ്യൽ മീഡിയ ആക്ടിവിറ്റികളെ കുറിച്ച് പലർക്കും പല അഭിപ്രായങ്ങളും കാണും. ഈ ഫാമിലി വ്ളോഗേഴ്സ് എന്ന് പറഞ്ഞാൽ തന്നെ തിന്നുന്നതും തൂറുന്നതും കണ്ടന്റ് ആക്കുന്ന ടീംസാണ്. ഗർഭകാലം എന്നൊക്കെ പറഞ്ഞാൽ ഇവർക്ക് കണ്ടന്റിന്റെയും റീച്ചുകളുടെയും ഒക്കെ ചാകരയാണ്. ഇതിനൊക്കെ നമ്മളും ട്രോളാറുണ്ട്. ഇവരുടെ കാട്ടിക്കൂട്ടലുകൾക്കെതിരെ സംസാരിക്കാറുമുണ്ട്. പക്ഷെ അതിനുള്ള സാഹചര്യമല്ല ഇത് എന്ന് എല്ലാവരും മനസ്സിലാക്കണം. നിങ്ങൾ കോപ്രായങ്ങൾ കാണിച്ച് നടന്നത് കൊണ്ടാണ് കുഞ്ഞ് മരിച്ചത്. അങ്ങനെ തന്നെ വേണം എന്നൊക്കെ പറയാൻ കഴിയുക എന്നൊക്കെ പറഞ്ഞാൽ ആ പറഞ്ഞ ആൾ അത്രയും മതപ്പതിച്ചെന്ന് വേണം മനസ്സിലാക്കാൻ. ഓരോന്നും പറയാനും ചെയ്യാനും ഒക്കെ അതിൻ്റെതായ സമയവും കാലവും ഒക്കെ ഇല്ലേ? അവരിപ്പോ ഈ കുഞ്ഞ് മരിച്ച വാർത്ത ഷെയർ ചെയ്തതിന്റെ കൂടെ ആ ഫോട്ടോ വെച്ചതുമായി ബന്ധപ്പെട്ട് അവരെ നിങ്ങൾക്ക് വിമർശിക്കാം. കുഞ്ഞ് മരിച്ച സാഹചര്യത്തിൽ വീഡിയോ ചെയ്തതിനെയും നിങ്ങൾക്ക് വിമർശിക്കാം. പക്ഷെ പഴയ കാര്യങ്ങളൊക്കെ എടുത്തിട്ടിട്ട് നിങ്ങളുടെ അഹങ്കാരം കാരണമാണ് കുഞ്ഞ് മരിച്ചതെന്നൊക്കെ എഴുതി വിടുന്നത് വളരെ മോശമാണ്. ഇവിടെ എത്രയോ കുഞ്ഞുങ്ങൾ പ്രസവത്തിന് മുമ്പും ശേഷവും മരിച്ചു പോകുന്നുണ്ട്. അതൊക്കെ അവരുടെ മാതാപിതാക്കൾ വ്ളോഗ് ചെയ്തത് കൊണ്ടും അഹങ്കാരം കാട്ടിയത് കൊണ്ടും ഒന്നുമല്ലല്ലോ. സോ അതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അടുത്ത മല അയച്ചു നോക്കാം. വെറുതെ ആ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി ഈ പ്രായത്തിൽ ഈ പണിക്ക് പോയി കിളവി. പാവം കുഞ്ഞ് അതെന്ത് ചെയ്തു? തള്ളക്ക് അറിയില്ല. തള്ളക്ക് 35-40 കഴിഞ്ഞ് പ്രഗ്നൻസി ഭയങ്കര റിസ്ക് ആണെന്ന്. എന്നിട്ടും ഏതോ ഫേക്ക് ഐഡിയാണ്. എന്ത് മോശമാണ് സംസാരിക്കുന്നത് അല്ലേ? ഒന്നും പറയാനില്ല. കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി പ്രായത്തിൽ ഈ പണിക്ക് പോയി എന്നൊക്കെ. കിളവി എന്നൊക്കെയാണ് ഷെമീനെ വിളിക്കുന്നത്. കുഞ്ഞ് മരിച്ചതിന് കുറ്റം മുഴുവൻ ഷെമിയുടേതാണെന്നുള്ളതാണ് ഇയാൾ പറയുന്നത്. ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ ഗർഭവും പ്രസവവും ഒക്കെ റിസ്ക് തന്നെയാണ്. പ്രത്യേകിച്ച് 35 വയസ്സിന് ശേഷമുള്ള പ്രഗ്നൻസിക്ക് ഒരുപാട് റിസ്കുകളുണ്ട്. ഷെമിക്ക് എത്രയാണ് പ്രായം എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ലേറ്റ് പ്രഗ്നൻസിയും പ്രസവവും ഒന്നും നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ടല്ല നടക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തൊക്കെ കാരണങ്ങൾ നിരത്തിയിട്ടാണെങ്കിലും ഈ പ്രായത്തിൽ പ്രഗ്നന്റ് ആയതുമായി ബന്ധപ്പെട്ട് ഷെമിയെയും കുറ്റപ്പെടുത്തുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ നിന്റെ കഴുപ്പ് കാരണമാണ് കുഞ്ഞ് മരിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട്. വളരെ മോശമാണ്. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. അടുത്ത കമന്റ് വായിച്ചോ. സാരമില്ല പോട്ടെ, പക്ഷെ പറയാതിരിക്കാൻ വയ്യ. ഗർഭകാലം മുഴുവൻ നിങ്ങളൊരു കണ്ടന്റ് ആയിരുന്നു. ഇപ്പൊ അതിന്റെ മരണവും. ഓക്കെ, ഗർഭകാലം കണ്ടന്റ് ആക്കിയത് നമ്മൾ ആ സമയത്ത് സംസാരിച്ചതാണ്. പക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ അതിനെക്കുറിച്ച് മിണ്ടാതിരിക്കുക എന്നുള്ളതാണ് അതിന്റെ ഒരു മര്യാദ. പക്ഷെ കുഞ്ഞിന്റെ മരണവും ഇവർ കണ്ടന്റ് ആക്കുകയാണെന്ന സംശയം പലരും പങ്കുവെക്കുന്നുണ്ട്. അതിനാരെയും കുറ്റം പറയാൻ പറ്റില്ല. മരണ വാർത്തക്കൊപ്പം ഫോട്ടോയും യൂട്യൂബ് വീഡിയോയും ഒക്കെ കാണുമ്പോൾ ആർക്കായാലും അങ്ങനെ തോന്നിപ്പോകും. എന്തായാലും ഇവരുടെ യൂട്യൂബ് വീഡിയോയുടെ ചില ഭാഗങ്ങളൊന്നും കണ്ടോക്കാം.
അപ്പോൾ ഗൈസ് പിന്നെ ഞാൻ എന്താക്കുന്ന ഇപ്പോൾ ഹോസ്പിറ്റലിലാണുള്ളത്. അപ്പോൾ വൈകുന്നേരമായ സമയത്ത് ഇപ്പം പെട്ടെന്ന് ഇവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചതാണ്. നമ്മൾ 2 ദിവസം മുമ്പ് 15 ദിവസം മുമ്പ് നമ്മൾ ടെസ്റ്റിന് കൊടുത്തിരുന്നല്ലോ, സ്കാനിങ് 5ാമത്തെ സ്കാനിങ്ങിന് വന്ന സമയത്ത് നമ്മൾ ടെസ്റ്റിന് കൊടുത്തിരുന്നു. അപ്പം അതിൻ്റെ റിസൾട്ട് വന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം വിളിച്ചിരിക്കുന്നത്. ഇപ്പോൾ ടൈം എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ നോമ്പ് തുറക്കാൻ ഞങ്ങൾ ഓരോരോ പരിപാടികൾ ഇങ്ങനെ സെറ്റായി കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് അവർ വിളിച്ചത്, അർജൻറ്റായിട്ട് വരണമെന്ന് പറഞ്ഞിട്ട്. 5:30 ആയിപ്പോൾ, കണ്ടില്ലതാ 5:30 ആയിക്കാൻ. അപ്പം പിന്നെ ഒരു വിളിച്ച സമയത്ത് അത്ര ഒരു നല്ലൊരു റിസൾട്ട് ആവാൻ ചാൻസ് കുറവാണ്. കാരണം ഞാൻ പിന്നെ ഷെമിൻ്റെ അടുത്ത് ഒന്നും പറഞ്ഞില്ല, ഞാൻ വീഡിയോ ഒന്നും എടുക്കാനോ അങ്ങനത്തെ പരിപാടിക്ക് ഒന്നും നിന്നില്ല. ഇനിയിപ്പോൾ അതും കൂടി വീഡിയോ എടുക്കാത്തതിന് കുറവേ ഉള്ളൂ. കുഞ്ഞിന്റെ കണ്ടീഷൻ സീരിയസ് ആണെന്ന് അറിഞ്ഞതിന് ശേഷമാണ് ഈ വീഡിയോ പോലും ചെയ്യുന്നതെന്ന് ഓർക്കണം. ഈ സമയത്ത് ഇങ്ങനെയൊക്കെയുള്ള ഒരു വീഡിയോ ചെയ്യാൻ കഴിയുക എന്നൊക്കെ പറഞ്ഞാൽ അപാര മനക്കെട്ടി തന്നെ വേണം അല്ലേ. ചിലപ്പോൾ അവരുടെ സബ്സ്ക്രൈബേഴ്സിനോട് അത്രയും കമ്മിറ്റ്മെന്റ് ഉണ്ടായതുകൊണ്ടാവാം, എല്ലാം അവരെ അറിയിക്കണമെന്ന് വിചാരിച്ചിട്ടാവാം, എന്തോ എനിക്കറിയില്ല, ബാക്കി നോക്കാം. ചെറിയൊരു പ്രശ്നം ഉള്ളതുപോലാണ് ഓലെ സംസാരത്തിലേക്ക് മനസ്സിലായത്. ഇപ്പോൾ ഞാൻ എന്താക്കുന്ന, ഷെമിനെ അവിടെ ഇറക്കി. പിന്നെ റോല് പറഞ്ഞ് ഒരു അരമണിക്കൂർ ഇവിടെ വെയിറ്റ് ചെയ്യും, ഡോക്ടർ ചെറിയ പരിപാടിയിലാന്ന് പറഞ്ഞ സമയത്ത് ഏതായാലും ഞാൻ കാറ് പാർക്ക് ചെയ്യുമാണ്. കാർ അവിടെ ഇട്ടേനെ. അപ്പോൾ പാർക്കിങ്ങിലേക്ക് വന്നപ്പം ഏതായാലും എന്നാൽ പിന്നെ വീഡിയോ എടുത്തുകൊണ്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ച്. അപ്പം അങ്ങോട്ട് പോയിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളൊരു മാനസികാവസ്ഥയിലാണ് ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പം അങ്ങനെ ഒന്നും ഇല്ലാതിരിക്കട്ടെ, അതിന് വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റമദാനൊക്കെ ആണല്ലോ, അപ്പോൾ നമുക്ക് അങ്ങനത്തെ പരീക്ഷണങ്ങളൊന്നും വരാതിരിക്കട്ടെ. പിന്നെ നമുക്ക് എന്ത് വന്നു കഴിഞ്ഞാലും സത്യം പറയുകയാണെങ്കിൽ അത് നേരിടാനുള്ള ആ ഒരു ചങ്കുറപ്പും ആ ഒരു ടൈമിന് നമുക്ക് പഠിച്ചോൻ തരും എന്ന് എനിക്കറിയാം. അപ്പം അങ്ങനെ സംഭവിക്കില്ല എന്നുള്ള ധൈര്യം തന്നെയാണ് നമുക്ക്. എന്തും അങ്ങനെ തന്നെയാണ്. നമ്മളിപ്പോൾ എന്ത് ചെയ്യാൻ പോകുന്ന സമയത്ത് അത് നെഗറ്റീവ് ആലോചിച്ചിട്ടല്ലല്ലോ നമ്മൾ പോവുക. പോസിറ്റീവ്, എന്ത് നെഗറ്റീവിലും നമ്മൾ അവിടെ ഒരു പോസിറ്റീവ് കണ്ടിട്ടാണല്ലോ നമ്മൾ ഇതിലേക്കും പോവുക. അപ്പോൾ ആ ഒരു പോസിറ്റീവായിട്ട് എന്തെങ്കിലും രീതിയിൽ നല്ലൊരു റിസൾട്ട് ആവണേ, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ അങ്ങനെയൊക്കെ വിചാരിച്ച്, ഓപ്ഷൻ ഉണ്ട് എന്നൊക്കെ വിചാരിച്ചിങ്ങാണ്ടാണ് ഞാൻ ഇപ്പം ഏതായാലും നിൽക്കുന്നത്. പിന്നെ ഏതായാലും ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇപ്പം നോമ്പൊക്കെ ആയതുകൊണ്ട് നിങ്ങളോട് ഒന്ന് പ്രാർത്ഥിക്കാമെന്ന്. കാരണം നിങ്ങളൊക്കെ പ്രാർത്ഥന സത്യം പറയുകയാണെങ്കിൽ ഞാനായാലും ഷെമിയായാലും നമുക്ക് ഷെമിക്കൊക്കെ മാനസികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ട്. അപ്പം നിങ്ങളൊക്കെ പ്രാർത്ഥന കൊണ്ടാണ് സത്യം പറയുകയാണെങ്കിൽ ചിലപ്പം ഞങ്ങൾ കുറച്ചെങ്കിലും സന്തോഷം കിട്ടണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം കുറച്ച് ആൾക്കാർ നമ്മളെ വിമർശിച്ചുകൊണ്ട് പറയുന്നുണ്ടെങ്കിലും കുറേ ആൾക്കാരുണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നമുക്ക് വേണ്ടി എന്താ പറയുക അത്രയും സ്നേഹം തരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ പ്രാർത്ഥന ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത്. ഓക്കെ, എല്ലാവരുടെയും പ്രാർത്ഥന കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതെന്നാണ് ഷെഫി പറയുന്നത് അല്ലേ. ഓക്കെ, നല്ല കാര്യം. എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടായതുകൊണ്ടാണ് ഇത്രയും കാലം ഒരു കുഴപ്പവും ഇല്ലാതെ മുന്നോട്ട് പോയത് എന്നുള്ളതാണ് ഷെഫി വിശ്വസിക്കുന്നത്. ഓക്കെ, ഓരോരുത്തരുടെയും വിശ്വാസമല്ലേ. പക്ഷേ സുഹൃത്തെ, നിങ്ങളുടെ ആ വിശ്വാസത്തെ പൂർണ്ണമായി മാനിച്ചുകൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ. ഈ പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞാൽ വേറെ ആരൊക്കെ പ്രാർത്ഥിച്ചാലും നമ്മളും നമ്മുടെ വേണ്ടപ്പെട്ടവരും പ്രാർത്ഥിക്കുന്നതിനോളം വരില്ല. പ്രത്യേകിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്ന അത്ര വരില്ല. അതിനിപ്പോ ലോകത്തിലെ എല്ലാ മനുഷ്യന്മാരും ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചാലും നമ്മുടെ കാര്യം നമ്മൾ ഉള്ളിൽ തട്ടി പറയുന്നതിനോളം വരില്ലല്ലോ. മറ്റൊരാളോട് പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെടുന്നതും പ്രാർത്ഥിക്കാമെന്ന് പറയുന്നതുമൊക്കെ ഒരു കോർട്ടസിയുടെ ഭാഗമായി ചെയ്യുന്നത് മാത്രമാണ്. നമ്മളൊക്കെ അത് ചെയ്യാറുണ്ട്. പിന്നെ നിങ്ങൾക്കൊരു സമാധാനം കിട്ടുമെങ്കിൽ ഓക്കെ, അത്രേ ഉള്ളൂ. എന്തായാലും ബാക്കിയോട് കേട്ടോക്കാം. അപ്പോൾ ഏതായാലും ഞങ്ങള് പിന്നെ റിസൾട്ടൊക്കെ കാണിച്ച്, റിസൾട്ട് കണ്ടിങ്ങാണ്ട് ഞാൻ പറഞ്ഞില്ലേ ചെറിയ പ്രശ്നം ഉണ്ട് എന്ന് വിളിച്ചു തന്നെയാന്ന് പറഞ്ഞില്ല. അപ്പോൾ ഏതായാലും സത്യത്തിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, കുറച്ച് തോന്നെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇപ്പം മെടുപ്പ് കുറഞ്ഞിട്ട് ഇപ്പോൾ ഷെമിന ലേബർ റൂമിലേക്ക് മാറ്റിയിരിക്കണേ. അപ്പം ലേബർ റൂമിലേക്ക് മാറ്റിയപ്പോൾ എനിക്കാണെങ്കിൽ നോമ്പ് നോറ്റേം കൊണ്ട് ഇപ്പോൾ ടൈം 8:30 അങ്ങനെ ഞങ്ങളൊന്നും കഴിച്ചില്ല, ആകെ വെള്ളം കുടിച്ചിങ്ങനെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഷെമിനെ ലേബർ റൂമിലേക്ക് മാറ്റി. പിന്നെ ഡോക്ടർ വരാൻ കുറച്ചുകൂടി കുറേ ഇന്ന് ഭയങ്കരമായിട്ട് തിരക്കുണ്ട്. അപ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതും നോക്കണം. അപ്പോൾ ഡോക്ടറോട് ലാസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, അതല്ലെങ്കിൽ ഞങ്ങൾ വേറെ എവിടെയെങ്കിലും ഒന്ന് റിസൾട്ടൊക്കെ ഒന്ന് കാണിച്ച് നോക്കട്ടെ എന്തെന്നാണ് ഒന്നുകൂടി. അപ്പോൾ പറഞ്ഞ കുഴപ്പമില്ല, നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും കാണിക്കാം. പിന്നെ റിസൾട്ട് ഉള്ളത് ആർക്കും ഒന്നും മാറ്റാൻ പറ്റില്ലല്ലോ. റിസൾട്ടിൽ എന്താണോ വന്നത് തന്നെയാണ്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോൾ പ്രതീക്ഷ സത്യത്തിൽ അസ്തമിച്ചെന്ന് തന്നെ പറയാം. പക്ഷേ ലാസ്റ്റ് ആയിട്ട് ഞങ്ങൾ ഒന്നുകൂടി ഒന്ന് ഡോക്ടറെ അടുത്ത് ഇപ്പോൾ ഷെമി ലേബർ റൂമിൻ്റെ അടുത്താണുള്ളത്. അപ്പോൾ ഞാൻ ഫൈനലായിട്ട് നമ്മൾ ഡോക്ടറെ അടുത്ത് ഒന്നുകൂടി ചോദിക്കും. പിന്നെ ഞങ്ങളിപ്പോൾ കൺഫ്യൂഷനിലാണ്. അപ്പോൾ ചില ആൾക്കാരൊക്കെ പറയുന്നേക്കാം റിസൾട്ടിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും, പക്ഷെ എന്നാലും 1-2 ആൾക്കാരുടെ അടുത്ത് പോകുന്ന സമയത്ത് അതിൽ അങ്ങനെയൊക്കെ കേൾക്കലുണ്ട്. പക്ഷേ റിസൾട്ടിൽ 100% കാണുന്ന സമയത്ത് നമുക്ക് കൺഫ്യൂഷനൊക്കെ നിൽക്കുകയാണ്, എന്താ ചെയ്യേണ്ടതെന്ന് ഓർമ്മയില്ലാണ്ട്. സത്യം പറയുകയാണെങ്കിൽ ആശു ഒരു കുട്ടിനെ ബേബി എന്ത് പറയുകയാണെങ്കിൽ ആശു പറയുക ബേബിനെ കിട്ടും അങ്ങനെ പറയുള്ളൂ. ആശു കരച്ചിൽ വരെ മാറ്റൽ ബേബി കാണുമെന്ന് പറയുമ്പോഴാണ് കരച്ചിൽ വരെ മാറ്റൽ. അപ്പോൾ ആശുവിനോട് എന്ത് പറയുന്നില്ല, ഇപ്പം എന്തെങ്കിലും സംഭവിച്ചാൽ ഇനിയിപ്പോൾ ഒന്നും സത്യത്തിൽ എൻ്റെ പ്രതീക്ഷ ഏകദേശം ആ എന്നെ വിളിച്ച സമയത്ത് തന്നെ പെട്ടെന്ന് ഇവിടെ എത്തണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ സത്യത്തിൽ എൻ്റെ പ്രതീക്ഷ ഏകദേശം ഇതായിരിക്കണം. പക്ഷേ ഈ റിസൾട്ട് കൂടിയും കണ്ടപ്പം 100 തന്നെ പറയുക
ഏതായാലും ഓക്കെ, എന്റെ കൂട്ടുകാരൊക്കെ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഈ ഭാര്യമാര് പ്രസവത്തിന് വേണ്ടി ലേബർ റൂമിലേക്ക് കയറ്റി കഴിഞ്ഞാൽ പിന്നെ ഉള്ളിലൊരു ആദ്യമായിരിക്കും, നിൽക്കാനും ഇരിക്കാനും കഴിയില്ല, അത്രയും ടെൻഷൻ ആയിരിക്കും പോലും. ഇനിയിപ്പോ നോർമൽ പ്രസവമാണെങ്കിലും ഡോക്ടർ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞാലും എന്തൊക്കെയായാലും ആ ഒരു പ്രസവം കഴിയുന്നത് വരെ ഒട്ടുക്കത്തെ ടെൻഷൻ ആയിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ കുഞ്ഞിനെ കിട്ടില്ല എന്ന് ഏകദേശം ഉറപ്പായതിനു ശേഷമാണ് ഷെഫ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. ഒരാളെ കൊണ്ട് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ സാധിക്കുന്നതെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. മേ ബി ഷെഫിയുടെ പക്വത കുറവ് കൊണ്ട് സംഭവിച്ചതാകാം. എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഇനിയെങ്കിലും ജീവിതത്തിൽ കുറച്ചും കൂടെ പക്വത കാണിക്കണമെന്ന് മാത്രമേ ഷെഫിയോട് സ്നേഹത്തോടെ എനിക്ക് പറയാനുള്ളൂ. കുറച്ച് ദിവസത്തേക്കെങ്കിലും ഈ വ്ളോഗിംഗ് ഒക്കെ ഒന്ന് നിർത്തി വെക്കുക. കൂടുതലായിട്ട് ഇവിടെ ഒന്നും പറയാനില്ല. എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നുണ്ട്. പുറത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.